ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചകിരിച്ചോറ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ചകിരി 1-2 ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കണം. അങ്ങനെ ഞാനിവിടെ കുതിർത്തിട്ടുള്ള ചകിരിയാണ്. ഇതിൻ്റെ 2 സൈഡും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് ഒന്ന് മാറ്റണം. 2 സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നത് മറ്റൊന്നിനുമല്ല, കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചകിരി എടുക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്യാതെ പൊളിച്ചെടുക്കുന്നതിനേക്കാളും കട്ട് ചെയ്ത് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതാണ് എനിക്കൊന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്താതെ നമുക്കിത് പൊളിച്ചെടുക്കാം, പക്ഷേ വെള്ളത്തിലിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുതിർത്തിയിട്ടുള്ളത്. ഞാൻ ചകിരി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ എളുപ്പത്തിൽ പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കത് മുഴുവനായിട്ടും നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. കുതിർത്താതെ വേണമെങ്കിലും നമുക്കിത് പറിച്ചെടുക്കാം, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു ചകിരിയിൽ നിന്ന് തന്നെ കുറേ അധികം ചകിരിച്ചോറ് നമുക്കിതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ചകിരിയിലെ എല്ലാ ചകിരിച്ചോറും ഞാനിവിടെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിങ്ങനെ കഴുകുന്നത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഈ ചകിരിയിൽ ഒരു കറയുണ്ട്, അപ്പോൾ അത് ചെടികളുടെ വളർച്ചയ്ക്കൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ കറയൊക്കെ നമുക്ക് പോയി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള ചകിരിച്ചോറാണിത്. അങ്ങനെ എല്ലാതും ഇതുപോലെ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകിയപ്പോൾ എല്ലാവർക്കും വെള്ളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഇതിൻ്റെ കറയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോഴാണ് ഈ കറയൊക്കെ പോയി കിട്ടുക. ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കുറച്ച് ചോറുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അത് മുഴുവനായിട്ടും നമുക്ക് എടുക്കാം. ഇതൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചകിരിച്ചോറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്കിത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് കത്രിക വെച്ചിട്ട് ചെറുതാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ മുട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി എടുക്കാം. കത്രിക വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നാം. അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തതുകൊണ്ട് തന്നെ ഇത് ചെടിക്കിട്ട് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി നമുക്കിത് ഒന്നും കൂടെ ചെറുതാക്കി കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ നല്ല ചെറുതാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലുള്ള വലിയ പീസുകളൊക്കെ ഒന്ന് കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യാതിരുന്നാൽ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ജാറ് കേടായി പോവും. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഏകദേശം മിക്സീൻ്റെ ജാറിൻ്റെ പകുതിയോരം ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞ് കളയാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ ചെറുതായിട്ട് നല്ല ചകിരിച്ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചകിരി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.